അഭിനയിക്കാൻ അറിയാത്ത 12 നടിമാരെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. അതിലാദ്യമായിട്ട് വരും നമ്മുടെ മാധവിയാണ്. മാധവിക്ക് അഭിനയിക്കാൻ ഒട്ടും അറിയത്തില്ല. കാരണം ഇവർ കരയുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ആകാശദൂത് സിനിമയിൽ ഇവർ ഇങ്ങനെ പ്രാർത്ഥിച്ച് ക്രിസ്മസ് കഴിയുന്നവരെ മരിക്കരുതെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. എൻ്റെ പൊന്നോ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചാകും. അതുപോലെയാണ് ഇവരുടെ അഭിനയം. ഇത്ര മോശം ഒരു അഭിനയം ഞാൻ വേറെ സിനിമയിൽ കണ്ടിട്ടില്ല ആരുടെയും. രണ്ടാമതായി ഗീതയാണ്. ഗീതയ്ക്ക് കരയാനല്ലാതെ നല്ലൊരു വേഷം ഇവർക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എല്ലാ പടത്തിലും മോഹിച്ചാണ്. ഈ മോഹിച്ചുകൊണ്ട് മാത്രം പിടിച്ചു തന്നൊരു നടിയാണ്. പിന്നെ മലയാള സിനിമയിൽ മമ്മൂട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗീതയ്ക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടിയത്. റഹ്മാൻ്റെ കൂടെയൊക്കെ ഗീത അഭിനയിച്ചിട്ടുണ്ട് നായികയായിട്ട്. കാരണം നമ്മൾ ചിരിച്ചാവും. അതുപോലെയാണ് അവർ അഭിനയം. സിത്താര നല്ലൊരു നടിയല്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവര് മറ്റു വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ നാട്ടിൻപുറത്തുള്ള റോളുകളല്ലാതെ ഇവർ വേറൊന്നും ചെയ്യാത്തത് ഇവർ നല്ലൊരു നടിയല്ലാത്തതുകൊണ്ടാണ്. ഇവർക്ക് അങ്ങനെയുള്ള വേഷങ്ങളല്ലാതെ ഒന്നും ഈ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഒരു വക്കീലായിട്ടോ ഒരു പോലീസുകാരിയായിട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. അടുത്ത സുകന്യക്ക് എപ്പോഴും ഒരു ഭാവമാണ്, ഒരുമാതിരി ലാസി ആയിട്ടുള്ള, അങ്ങനെ എന്താ പറയുക, നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ കിറുങ്ങിയിരിക്കുന്ന പോലുള്ള ഒരു അവസ്ഥയാണ് ഇവരുടെ മുഖത്ത് എപ്പോഴും. അത് കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് ദേഷ്യം വരും. ഇവരുടെ ഈ തൊലിഞ്ഞ അഭിനയം കാണുമ്പോൾ എപ്പോഴും എന്തോ കഞ്ചാവ് വലിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ കിറുങ്ങിയിരിക്കുന്നുള്ള മുഖഭാവമാണ് ഇവർക്ക് എപ്പോഴും. മീനെ ദൃശ്യത്തിൽ എന്തിനെടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം മീനെ ഒട്ടും ദൃശ്യം എന്ന സിനിമയ്ക്ക് ഒട്ടും ചേർന്നൊരു നടിയായിരുന്നില്ല. ഓവറായിട്ടുള്ള മേക്കപ്പ് ഭയങ്കര, കാരണം അത്രയും വിഷമത്തിലിരിക്കുമ്പോൾ പോലും മേക്കപ്പ് കുറയ്ക്കാൻ ഇവർ ആ റോളിൽ സമ്മതിച്ചില്ല. കാരണം അങ്ങനെ ആരും മേക്കപ്പ് ചെയ്ത് നടക്കുകയില്ല. കാരണം അത്രയും വലിയ ഭാരമാണ് ചങ്കത്തിരിക്കുന്നത്. അങ്ങനെയുള്ള നടിമാരെയൊക്കെ ഇവരെന്തിനെടുക്കുന്നു? എനിക്ക് മനസ്സിലാവുന്നില്ല. നടി മോനിഷയുടെ അഭിനയം എല്ലാം ഒരുപോലുള്ള അഭിനയമായിരുന്നു. ഒരു പഞ്ചപാവം, ആ ഒരു പാവം, അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ പെങ്ങളായിട്ട് വേണോ അത് ചിപ്പി റെഡി. അതല്ലാതെ ചിപ്പിക്ക് നല്ലൊരു വേഷം ചെയ്യാനുള്ള കഴിവ് ഇല്ലായിരുന്നു. ഒരു സീരിയസ് ആയിട്ട് എന്താ പറയുക, ഒന്ന് ചൂടായി പോലും സംസാരിക്കാൻ അറിയത്തില്ലാത്ത നടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിപ്പിയെ. വട്ടുപിടിച്ചൊരു പെണ്ണിൻ്റെ റോള് കിട്ടിയിട്ട് അത് എങ്ങനെയാണ് കാവ്യമാധവൻ ചെയ്തതെന്ന് നമ്മളെല്ലാം കണ്ടതാണ്. കാവ്യമാധവൻ്റെ ഒരു അഭിനയിക്കാനുള്ള ശേഷി നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ദിലീപ് ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിന്ന നടിയാണ് കാവ്യമാധവൻ. പ്രയാഗ മാർട്ടിൻ 1-2 സിനിമകൾ നല്ലതായിട്ട് തോന്നിയിരുന്നത്. പക്ഷെ പ്രയാഗ മാർട്ടിൻ പിന്നീട് ഉള്ള ഊളപ്പടങ്ങളിലെല്ലാം കയറി തലവെച്ച് അഭിനയിക്കാൻ ഒരു കഴിവില്ലാത്ത നടിയാണെന്ന് നമ്മളെ മനസ്സിലാക്കി തന്നൊരു നടിയാണ് പ്രയാഗ മാർട്ടിൻ. അടുത്തതായി സുമലതയ്ക്ക് അഭിനയിക്കാൻ അറിയാമോ? എനിക്ക് തോന്നുന്നില്ല ഇവർ നല്ലൊരു നടിയാണെന്ന്. ഇവർക്ക് നല്ല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നും എനിക്ക് മലയാളത്തിലെ കാര്യം പറയും. നമ്മൾ മലയാള സിനിമയാണല്ലോ കൂടുതൽ കാണുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവർ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടിയാണ്. ഏകദേശം അനായാസം ചെയ്യുന്ന ഒരു നടിയാണെന്ന് നമ്മൾ കരുതിരുന്ന ഒരു നടിയാണ് മഞ്ജു വാര്യർ. പക്ഷെ മഞ്ജു വാര്യർക്ക് അഭിനയമെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ്. മഞ്ജു വാര്യരുടെ കയ്യിലുള്ള ഉണ്ടയെല്ലാം തീർന്നിരിക്കുകയാണ്. മഞ്ജു വാര്യർക്ക് ഇനി പുതിയതായിട്ട് ഒന്നുമില്ല. അതാണ് അവസ്ഥ. എടുത്തു പറയാൻ ആകെയുള്ളത് ഒരു മണിച്ചിത്രത്താഴ് മാത്രമാണ് ശോഭനയ്ക്കുള്ളത്. പിന്നെ ശോഭന ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ ഏതാണ്? ദളപതി കൊള്ളാം, ദളപതി. അതല്ലാതെ മണിച്ചിത്രത്താഴ് ഈ ദളപതി അല്ലാതെ ശോഭന ഏത് ചിത്രത്തിലാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത്? ഈ മണിച്ചിത്രത്താഴ് ഉള്ളതുകൊണ്ട് മാത്രം ഇന്നും പിടിച്ചു നിൽക്കുന്ന ഒരു നടിയാണ് ശോഭന. പോലീസായിട്ട് അഭിനയിച്ച സൂപ്പർമാൻ, എൻ്റെ കോമഡിയാണ്, ചിരിച്ചിരിച്ചിരിച്ച് ചാകും.